അത് ശരി. പുതിയ പുതിയ വാർത്തകളൊന്നുമില്ല. എന്ന് ഒരേപോലെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലെ ഡെയിലി പത്രം വരുന്നത്. അമ്മ ഓ ചായ ആണോ? നീ കൊണ്ടുവാ. അയ്യയ്യേ, എന്തമ്മ ഇതിന് ചൂടില്ലല്ലോ. ചൂടില്ലേ? ഇല്ല. ബെസ്റ്റ്. ഞാൻ മുത്തോടുത്ത് പറഞ്ഞതാണ് ഒന്ന് കൊണ്ടുകൊടുക്കുന്നു. കൊണ്ടുകൊടുത്തില്ല. എന്നിട്ട് അവരവിടെ അടുക്കളയിൽ നിൽക്കുന്നു. ഭയങ്കര പണിയാ. എന്തുവാണ് ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര പണി? എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള ശ്രമത്തില. മുത്തുവല്ലേ? സാമ്പാറും പുളിശ്ശേരിയായിരിക്കും. അതൊന്നുമല്ല, പുറത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഉണ്ടാക്കുക. എന്താവോ എന്തോ, ആർക്കറിയാം ഉണ്ടാക്കണം എന്താണെന്ന്. നീ അങ്ങനെ അവരെ അങ്ങ് കുറ്റം പറയാതെ. അമ്മ കുറ്റം പറയുന്ന ചീത്ത പറയുന്നുണ്ടല്ലോ. കുഴപ്പമില്ലല്ലേ? അത് ശരി. എടി കൊച്ചേ, അവനെ കുഞ്ഞു പ്രായത്തിൽ ഇവിടെ വന്ന് കേറിയതാ. ഞാൻ വല്ലതും പറഞ്ഞാൽ അവൻ കേട്ടോട് നിൽക്കുകയും ചിരിച്ചോണ്ട് ഒരു അക്ഷരം പുറത്ത് പറയുകയില്ല. അതുപോലാണോ എന്റെ മക്കള് കെട്ടിക്കൊണ്ട് വന്നവർ, എന്റെ പിള്ളേര് പെൺപിള്ളേർ ഇതിനെ കയറി വന്നവര്. ശരിയല്ലേ? ഇനി അഥവാ നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ, അല്ലെ അവനൊന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ, നിനക്ക് പിടിക്കുവോ? ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ കൊമ്പോർക്കും. അങ്ങനെ അങ്ങോട്ട് വാശിപ്പുറത്ത് അത് പറഞ്ഞു, ഒന്ന് പറഞ്ഞ്, രണ്ട് പറഞ്ഞ്, മൂന്ന് പറഞ്ഞൊക്കെ കഴിയുമ്പോഴായിരിക്കും മോളിൽ നിന്ന് ലക്ഷ്മി കൊച്ചമ്മയുടെ വരവ്. മനസ്സിലായല്ലോ? അവൾ ഇങ്ങോട്ടൊന്ന് അടുത്ത ചോദ്യമായി, ഉത്തരവായി, വാശിയായി, ഭരണമായി നിനക്ക് പിടിക്കത്തില്ല. അപ്പൊ അവള് നീയും കൂടെ തമ്മില് പിന്നൊടക്കാവും. അല്ലേ? ശരിയാ. ഇതൊക്കെയാണ് മോളെ ഞാൻ പറയുന്നത്. ആരോ പറഞ്ഞ പോലെ അടി വരുന്ന വഴി എന്ന് പറയുന്ന പോലെ ഉടക്ക് വരുന്ന വഴി ഇങ്ങനെയാണ് ഈ വീട്ടിലുണ്ടാവുന്നത്. എല്ലാം അമ്മയ്ക്ക് അറിയാല്ലേ? എന്താ ഒരു സംഭവമാണ് കേട്ടോ. ആണോ? അയ്യോ, അതെ, ഞാൻ രാവിലെ നല്ല ഒന്നാം തരം സോപ്പ് വെച്ച് കുളിച്ചതാ. ഇനി നീ ആയിട്ട് പതപ്പിക്കണ്ട കേട്ടാ. അയ്യോ, എന്നാ പിന്നെ ആ ചായ എടുത്തോട്ടെ. എടുത്തോ. എനിക്ക് വേണ്ട, അത് തണുത്ത് കൊട്ടിയിരിക്കുന്നു. അവനോട് പറ നല്ലൊരു ചായ ഇട്ട് തരാന്. ഓഫീസിൽ താണല്ലോ. ഹലോ, സത്യമാണോ? ഓ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞോ? എല്ലാരും അറിഞ്ഞോ? താങ്ക് യു. നന്നായിരിക്കട്ടെ. ഗുഡ് വർക്ക്. ഓക്കെ, കീപ് ഗോയിങ്. ശരി എന്നാ. ഓക്കെ. ആരമ്മ? എന്തോന്ന്? മകളെ, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. എന്താ അമ്മ? അതായത് ഇക്കൊല്ലത്തെ മികച്ച ബിസിനസ് സ്ഥാപനത്തിനുള്ള അവാർഡ് ചന്ദ്രഹാസൻ കമ്പനിക്കാണ് കിട്ടിയത്. അയ്യോ, സത്യമായിട്ടും? അയ്യോ, ഇതിവിടെയുള്ള എല്ലാരും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ? പിന്നെ സന്തോഷമല്ലേ? അങ്ങനെ എത്രയോ പ്രാവശ്യം ഇത് കിട്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇതിപ്പോ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് രണ്ടാം തവണയല്ലേ അമ്മ കിട്ടണേ? നീ വന്നിട്ട് രണ്ടാം തവണയാ. പക്ഷെ അതിനു മുമ്പ് കുറെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആണാ? ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടാ? കിട്ടിയിട്ടുണ്ട് മക്കളെ. പാവം, ഒരു വിഷമേ ഉള്ളൂ അമ്മയ്ക്ക്. എന്റെ ചന്ദ്രേട്ടൻ ഇതൊന്നും കാണാനില്ലാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമം. ചന്ദ്രേട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ഗംഭീരമായിട്ട് വിജയിച്ചു. പക്ഷേ ജീവിതത്തില് ഇനിയിപ്പോ ഓർത്തിട്ട് എന്ത് കാര്യം മോളെ? അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? നീ ഏതെങ്കിലും ചോദിക്കുമ്പോ ഞാൻ ഇതുവരെ സത്യം പറയാതിരുന്നിട്ടുണ്ടോ? അമ്മ, അമ്മയുടെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരും നമുക്ക് വിശ്വാസം ഉണ്ടോ? വിശ്വാസമുണ്ട് മോളെ. എന്റെ ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരും. നീ കണ്ടോ? അമ്മ, ഇത് രാവിലെ പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ. ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു, പക്ഷെ പറയാൻ മറന്നുപോയി. അത് ശരി. എനിക്കാണോ? ഇക്കാലത്തൊക്കെ ആരെങ്കിലും കത്തെഴുതല്ലേ? നീ ഇപ്പൊ ചോദിച്ചല്ലേ ഉള്ളൂ. അമ്മ, ചന്ദ്രേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുമോ അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ? ഇതെന്റെ ചന്ദ്രേട്ടൻ എഴുതാ. ശരിക്കും? ചന്ദ്രേട്ടൻ തിരിച്ചു വരും. വരുന്നു. ആണോ? അയ്യോ, എന്താ എഴുതിയേക്കുന്നേ? എന്നൊന്നും എഴുതിയിട്ടില്ല. ഞാൻ തിരിച്ചു വരും, നിന്റെ സ്വന്തം ചന്ദ്രേട്ടൻ. ഈശ്വര, ഇപ്പൊ കുറച്ചും കൂടെ സന്തോഷായില്ലേ അമ്മ?
സത്യം പറഞ്ഞ ആ കത്ത് കിട്ടിയപ്പോ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലായി. അതെന്റെ കൊച്ചമ്മയുടെ മോൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇല്ലേ? മുത്തോണ്ണ ഓ അത് നേരിൽ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായല്ലേ ശ്രീ? അമ്മ ഇങ്ങനെ സന്തോഷിക്കണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? എല്ലാരും എത്രമാത്രം ആഗ്രഹിച്ചതാ അമ്മ ഇത്. അത് തന്നെ മോനെ. അമ്മ, അച്ഛന്റെ തിരിച്ചൊരു നമുക്ക് എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കണം. ആ അതല്ല, ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം. കൊച്ചമ്മ എതിരൊന്നും പറയരുത്, ഇത് നമുക്ക് അടിച്ചു പൊളിച്ചേ പറ്റും. അതെ അതെ ശരിയാണ്, ഇത് ആഘോഷിക്കാനുള്ള ഒരു കാരണം തന്നെയാണ്. അതെ. എന്റെ പൊന്നു മോളെ, ഈ ചന്ദ്രേട്ടന്റെ രീതി എങ്ങനെന്നറിയാം? ഇങ്ങനെ ഈ ആവശ്യമില്ലാതെ പുറന്നാളെന്നും മറ്റേതും മറിച്ചതെന്നും ഒക്കെ പറഞ്ഞ് ഒരാഘോഷവും അടിച്ചുപൊളിയും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതും അല്ല, ശരിയാണല്ലോ. നമ്മുടെ സന്തോഷമൊക്കെ നമ്മുടെ ഉള്ളിൽ ഒതുങ്ങിയാ പോരെ, എന്തിനാ നാട്ടുകാരത്തൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നത് എന്നുള്ളത് അഭിപ്രായം. അയ്യോ ഈശ്വര. അമ്മ കത്തിൽ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ. ആ കാര്യങ്ങളൊക്കെ പറയാനാ നിങ്ങളോടൊക്കെ ഒന്ന് വരാൻ പറഞ്ഞത്. എന്തമ്മ? ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോ ആർക്കും വിഷമമൊന്നും തോന്നരുത്. എന്തു കൊച്ചമ്മ? അതല്ലടാ, ചന്ദ്രേട്ടൻ വന്നാലേ ചന്ദ്രേട്ടൻ ഇവിടെ അല്ല താമസിക്കുന്നത്. അയ്യോ, പിന്നെ അങ്ങോട്ടമ്മ. എടാ, അച്ഛൻ ജനിച്ചു വളർന്ന ഒരു പഴയ തറവാടില്ലേ, നിനക്കറിയാമോ അത്? ആ ഏതായാലും അതിങ്ങനെ അടച്ചു പൂട്ടിയിടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ആയി. പക്ഷെ അമ്മയ്ക്ക് അത് മറക്കാനൊക്കത്തില്ല. അമ്മ കല്യാണം കഴിഞ്ഞ് നിലവിളക്കുമായിട്ട് വലതുകാല് വെച്ച് കയറിയ വീടാ അത്. എൻ്റെ ചന്ദ്രേട്ടൻ്റെ വീട്, തറവാട്. ഇപ്പൊ ആരോടോ പറഞ്ഞ് വല്ലപ്പോഴൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇടും, അത്രേ ഉള്ളൂ. പക്ഷെ ഇനി അത് പോരാ. ചന്ദ്രേട്ടൻ്റെ ആഗ്രഹമാണിത്, എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് താമസം മാറി ഈ പറഞ്ഞതുപോലെ പഴയതുപോലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയും പരിവട്ടവും ഒക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ചന്ദ്രേട്ടൻ്റെ കൂടെ സുഖമായിട്ട് സന്തോഷമായിട്ട് അവിടെ കഴിയണം. അയ്യോ ഈശ്വര. അപ്പൊ അമ്മ ഇവിടെ നിന്ന് പോവാണോ? അല്ല, പോവാണോ എന്ന് ചോദിച്ചാ അങ്ങനെയല്ല മോളെ. പോവാതിരിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? അച്ഛൻ വിളിച്ച് പറയാണ് ഇങ്ങനെയൊക്കെ വേണം, നമുക്ക് അങ്ങോട്ട് പോവാം. വേറൊന്നും കൊണ്ടല്ല, ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കുക. അമ്മയ്ക്ക് 2 മക്കളില്ലേ, 2 മരുമക്കളില്ലേ, നിങ്ങളെല്ലാം നോക്കുക. നമുക്ക് എല്ലാവർക്കും ഇവിടെ താമസിച്ച പോരെ? അങ്ങനെയല്ല ഇട്ട് അമ്മ ഇവിടുന്ന് പോവാൻ സമ്മതിക്കൂല നമ്മള്. അത് മതി കൊച്ചമ്മ, നമുക്ക് എല്ലാവരും കൂടെ ഇവിടെ താമസിക്കാം. എന്റെ പൊന്നു മുത്തു, അതെങ്ങനെയാടാ നടക്കുന്നത്? ചന്ദ്രേട്ടന്റെ സ്വഭാവം നിനക്ക് അറിയൂടെ? ചന്ദ്രേട്ടൻ ആ തറവാട്ടിൽ തല താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ചന്ദ്രേട്ടന്റെ. അതിലിപ്പോ തെറ്റു പറയാൻ പറ്റുമോ? ഞാനിപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞതാ, കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യം ചെന്ന് കയറുന്ന വീട് കഷ്ടം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൈ പിടിച്ച് അകത്ത് കൊണ്ടുപോയി തറവാട്ട് വീടൊക്കെ കാണിച്ച് ഞങ്ങൾ കുറച്ചു കാലം എല്ലാ സന്തോഷവും അറിഞ്ഞ് ജീവിച്ച ഒരു സ്ഥലമല്ലേ. അവിടെ തന്നെ ഞാനുമായിട്ട് തിരിച്ചു പോകണം എന്ന് ചന്ദ്രേട്ടൻ ആഗ്രഹിച്ചാൽ എന്താ തെറ്റ്? അതനുസരിക്കേണ്ടത് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എൻ്റെ കടമയും കൂടാ. അത് നീ മനസ്സിലാക്ക്. അല്ലാതെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ടത് ആരോടാ വിരോധ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചന്ദ്രേട്ടൻ ഒരു ആഗ്രഹം അവിടെ പോയി നിൽക്കണം എന്നുള്ളത്. നടക്കട്ടെ. മുത്തു, ഓ നീ വരുവോടാ എൻ്റെ കൂടെ? എന്താ ചോദ്യം? എന്റെ കൊച്ചമ്മ എവിടെ പോകുന്നോ അവിടെ ഞാനും ഉണ്ട്. കൊള്ളാം. എന്നാ നീ നിന്റെ സാധനങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെക്ക് കേട്ടോ. ആ ഞാൻ ഇപ്പൊ റെഡി ആവും കൊച്ചമ്മ. പാവം. ആ പിങ്കി മോളോട് ഞാൻ പറഞ്ഞോളാം, അവൾ വരട്ടെ സ്കൂളിൽ നിന്ന്. എല്ലാം നല്ലതിനാ മോനെ, ദൈവം കണ്ടുവച്ച വഴിയായിരിക്കാം. സത്യം പറഞ്ഞ അച്ഛൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷിച്ചതാ. പക്ഷെ ഇപ്പൊ അമ്മ പോകുന്നെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ തീരുമാനം നല്ല ഉറച്ച തീരുമാനമാണെന്നുള്ള കാര്യം അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ചേച്ചി, പിങ്കി മോൾ സ്കൂളിൽ നിന്ന് വരാറായ അവളിത് അറിയുമ്പോ അവൾക്ക് ഭയങ്കര വിഷമായിരിക്കും. അച്ഛമ്മന്ന് വെച്ചാൽ അവർക്ക് ജീവനല്ലേ. അവർ രണ്ടുപേരും ആയിരുന്നല്ലോ കൂട്ട്. ഇത്രയും നാള് അമ്മ നമുക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനിയുള്ള കാലം അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കട്ടെ. അമ്മയുടെ സന്തോഷം തന്നെയാ വലുത്. പക്ഷെ ഇപ്പൊ അമ്മയെല്ലാം ഉപേക്ഷിച്ചിട്ട് പോണെന്ന് പറയുമ്പം ചേട്ടാ, അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അമ്മ പൊക്കോട്ടെ. പക്ഷെ നമ്മൾ അമ്മയെ തനിച്ചാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതാ ഞാനും പറഞ്ഞത്. ചേട്ടാ, നമ്മൾ മക്കൾ ആരെങ്കിലും അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും.
നിങ്ങൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാനും ലക്ഷ്മിയും അമ്മയുടെ കൂടെ പോയി നിൽക്കാം. അത് പോസിബിൾ ആവുമോ ചേട്ടാ? ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക? എന്നെ കൊണ്ട് അതൊന്നും കൂട്ടിയെ കൂടുമെന്ന് തോന്നണില്ല. അത് മാത്രല്ല, പിങ്കി മോള് പഠിക്കുന്ന ഇവിടെ അടുത്തല്ലേ, അപ്പൊ അവള് നിങ്ങളെങ്ങനെ കാണാതിരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത് അത് പോസിബിൾ അല്ലാന്ന്. ശരി, സമ്മതിച്ചു. പക്ഷെ ഇതിനൊരു പോംവഴി പറഞ്ഞാ. എന്തായിരുന്നാലും ഈ പ്രായത്തിൽ അവർ രണ്ടുപേരും ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല. എനിക്ക് അമ്മയെ പിന്നിരിക്കാൻ പറ്റില്ല. ചേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോവാം അമ്മയുടെ കൂടെ. എടാ, നിങ്ങൾ എങ്ങനെയാടാ? നിങ്ങളിത് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? അതെ ഏട്ടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. വെറുതെ പറയല്ല സുരഭി, ഇന്ന് സ്വന്തം അച്ഛനോടും അമ്മയോടും ഒപ്പം ജീവിക്കാനാ മക്കൾക്ക് വലിയ ബുദ്ധിമുട്ട്. എത്രയോ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്നോ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്നു. നിങ്ങളാണ് ഒപ്പം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അല്ല പ്രശ്നപ്പെട്ട? അതെ, നിങ്ങൾ ഈ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് അമ്മയിലെടുത്ത് അവതരിപ്പിക്കും. അപ്പൊ അച്ഛമ്മ എവിടം വിട്ട് പോവാണല്ലേ? പോണം മോളെ. അല്ല അതിനെന്താ, എന്റെ പൊന്നുമോക്ക് അച്ഛമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാ മതി. അച്ഛമ്മയും അച്ഛനും കൂടെ കൂടി ഇങ്ങി വരും. മോടെ കൂടെ ഇരിക്കും, കഥകളൊക്കെ പറയും. അതുപോലെ നമ്മൾ കളിക്കത്തില്ലേ മക്കളെ? എന്റെ പൊന്നുമോള് മിടുക്കിയായിട്ട് പഠിക്കണം കേട്ടോ. അച്ഛമ്മയുണ്ടോ അതിന്റെ കൂടെ? മുത്തു ചെല്ല, മക്കളെ ഡ്രസ്സൊക്കെ മാറിയിട്ടേ മുത്തു എന്തെങ്കിലും കഴിക്കാൻ എടുത്തു തരും. കൊടുക്ക. എന്താടാ? അമ്മ പോവാൻ തന്നെ തീരുമാനിച്ച? പോണ്ടടാ. അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അമ്മയില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ വീടെന്ന് പറയുന്നത് അമ്മയാ. അമ്മയോട് പോകരുതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അമ്മയെ തനിച്ചാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അമ്മ. മോനെ, എന്തോ ഇതിനൊക്കെ ഒത്തിരി അമ്മ പറയേണ്ടത്. അമ്മയ്ക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഇനിയിപ്പോ നിങ്ങളൊക്കെ എല്ലാത്തിനും പ്രാപ്തരായില്ലേ മക്കളെ? അമ്മ, ഞങ്ങൾ എല്ലാരും കൂടെ ഒരു തീരുമാനത്തിലെത്തിയായിരുന്നു. എന്ത്? സുരഭിയും പ്രതീക്ഷും അമ്മയോടൊപ്പം തറവാട്ടിലോട്ട് വരട്ടെ. ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി. ഞങ്ങൾ അമ്മയുടെ അച്ഛന്റെയും കാര്യങ്ങളൊക്കെ നോക്കി ഇനിയുള്ള കാലം അമ്മ പറയുന്ന രീതിയിൽ തന്നെ ജീവിച്ചോളാം അമ്മ. പറ്റില്ല എന്ന് പറയല്ലമ്മ. എന്റെ പൊന്നു മോനെ, ഞാൻ പറയുന്നത് കേക്ക്. വരുന്നതൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രതീക്ഷയെ ഞാൻ വീണ്ടും നിന്റെ അടുത്തൊരു കാര്യം പറയാം. ഇതിൻ്റെ ഇടയിൽ കൂടെ നിനക്ക് നഷ്ടപ്പെട്ട കുറെ പേപ്പർ എഴുതിയെടുക്കാൻ ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ മിടുക്കനായിട്ട് പഠിച്ച് എഴുതിയെടുത്ത് ചേട്ടൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് അവൻ്റെ കൂടെ നിൽക്കണം. അതാണ് ഇനി നീ ചെയ്യേണ്ട കാര്യം. മനസ്സിലായോ? വരുന്നതിൽ അമ്മയ്ക്ക് സന്തോഷമൊക്കെ ഉള്ളൂ. ഒരു ചെറിയ രീതിയിലൊക്കെ തുടങ്ങി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും വലിയ രീതിയിലൊക്കെ കമ്പനി വളർന്ന് വികസിച്ച് പേരും പ്രശസ്തിയൊക്കെ ആയി. പക്ഷേ അമ്മ അത് തുടങ്ങിയെങ്കിലും അതിൻ്റെ പിന്നിൽ ഇവൻ്റെ അധ്വാനം നല്ലതുപോലുണ്ട്. അതിനുള്ള പ്രാപ്തി ഇപ്പം അവനുണ്ട്. അതാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല അമ്മ. അമ്മ കാണിച്ചെന്ന വഴി നടന്നേ ഉള്ളൂ. അമ്മ ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അമ്മ. പിടിച്ചു നടത്തിയാലും ആ നടക്കുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് അവനവനൊരു സാമർഥ്യം വേണ്ടേ? അതിപ്പോൾ എൻ്റെ മോനുണ്ട്. അമ്മയ്ക്കത് നല്ലതുപോലെ അറിയാം. പിന്നെ ആരുമില്ലേ എന്ന് പറയാനായിട്ട് ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ ഉണ്ട്. ഇവനില്ലേ, പ്രതീക്ഷില്ലേ? അമ്മ ഞാനോ? എടാ, ഞാനൊരു കാര്യം പറയാം. ഇനി നീ നിന്റെ കുട്ടികളെയൊക്കെ മാറ്റി വെച്ച് ചേട്ടൻ്റെ കൂടെ ഈ കമ്പനിയുടെ നടത്തിപ്പിന് എപ്പോഴും കൂടെ നടക്കണം. മനസ്സിലായോ? നീ മാത്രം ഒന്നും ചെയ്യാതിരുന്നുണ്ട് അവന് ഇത്രയും ഒരു ജോലി കൂടുതൽ.
നല്ല കുഞ്ഞായിട്ട് ജീവിക്കുമല്ലോ. മടിയൊന്നുമില്ലാതെ. ശരി. പാവ എന്റെ പിങ്കിമോക്കാണ് സങ്കടം. പിന്നെ അമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ വീട് പ്രതീക്ഷനും സുരഭിക്കും കൊടുക്കാനാ എന്റെ തീരുമാനം. അരുവിക്കര വീട് നിനക്കും ലക്ഷ്മിക്കും കൂടെ. അപ്പൊ ആയില്ലേ എല്ലാവർക്കും സുഖമായിട്ട് അവിടെയൊക്കെ ചെന്ന് വീടൊക്കെ നോക്കി താമസിച്ച് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് അച്ഛനമ്മയെ കാണാൻ വരണം, അല്ലെ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇതൊക്കെ പരിഹാരമുള്ള കാര്യങ്ങളല്ലേ, എന്തിനാ അത്ര വിഷമിക്കുന്നത്? പിന്നെ ഒരുപാട് കാലം നമ്മൾ മാത്രം ഇങ്ങനെ ഒന്നിച്ച് ജീവിച്ചത് കൊണ്ടുള്ളൊരു പ്രയാസം ഉണ്ടാവും, അത് അമ്മയ്ക്ക് മനസ്സിലാവും. അതൊന്നും സാരമില്ലടാ, അമ്മയ്ക്ക് ഇപ്പോൾ വലിയ ധൈര്യമുണ്ട്. എൻ്റെ മോൻ വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളത്. അത് മതി. കൊച്ചമ്മ, ഓ, പിങ്കി മോക്കൊരാഗ്രഹം. ആ, എല്ലാരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന്. പിന്നെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ. ഓ കേട്ടോ? ഓ, എന്നാ ബാബല്ലേ, നമുക്ക് പോയി ആഹാരം കഴിക്കാം. ഈശ്വരാ ഭഗവാനേ. അമ്മ, പെട്ടി ഞങ്ങൾ കാറിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനും അവനും കൊണ്ടാക്കാൻ വരാം. ആയിക്കോട്ടെ. എന്റെ മോളിവിടെ വാ. അതെ, ഞാനിപ്പോ അങ്ങ് പോവാണല്ലോ. ഇനി എന്റെ ലക്ഷ്മിക്കുട്ടി ആരുമായിട്ടാ വഴക്കൊട്ടാകത്തെ? ഓട്ടെ, അതൊക്കെ നിന്റെ ചെറുപ്രായം കൊണ്ടാണെന്ന് അമ്മയ്ക്കറിയാം. എങ്കിലും എന്റെ മോളെ, അതെ, നീ കുറെ കൂടെ ഒക്കെ പക്വതയും ക്ഷമയും ഒക്കെ കാണിക്കണം. ഈ വീട്ടിലെ ഗൃഹനാഥന്റെ ഭാര്യയാ നീ. വേറൊന്നും കൊണ്ടല്ല, ആരെങ്കിലും വല്ലതൊക്കെ നമ്മളടുത്ത് പറയും, അത് കേട്ടുണ്ട് മുൻപിൻ നോക്കാതെ ദേഷ്യം വരിക, മുൻകോപം, എടുത്തിയാടി വല്ലതും ഒക്കെ പറയാ. അതൊക്കെ എൻ്റെ മോളിനെ മാറ്റണം കേട്ടോ. പിന്നെ പിങ്കി മോളെ വഴക്ക് പറയരുത്. നമ്മളെ കാട്ടൊക്കെ മിടിക്കുക മക്കളെ. അവള് നല്ല കാര്യപ്രാപ്തിയുള്ള കുഞ്ഞായിട്ട് മിടുമിടുക്കിയായിട്ട് വളരും. അമ്മ ഇതൊക്കെ പറയുന്നത് എൻ്റെ മോളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, മനസ്സിലായോ? നിന്റെ പ്രായത്തിൽ ഇതൊക്കെ പറഞ്ഞു തരാൻ ഞാനല്ലേ ഉള്ളൂ. നല്ല കുട്ടിയായിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി മിടുക്കിയായിട്ട് നിൽക്കുക. അമ്മ എന്നോട് 4 വഴക്ക് പറഞ്ഞിട്ട് പോകുമ്പോ. അയ്യോ, എന്താ വള. ഇനിയേ നമ്മുടെ കുരിശമ്പരാട്ടി, ഇനി വാ. അതെ, ആഹാ, പറയുന്നതിന് മുമ്പേ കരയാനകര. സുരഭി, നീ ഇങ്ങനെ കരയാൻ പാടില്ല. നീ നല്ല മിടുക്കിയായിട്ട് നല്ല ധൈര്യവും തന്നെയുടെ ഒക്കെ ഉള്ളൊരു കുട്ടിയല്ലേ. അമ്മയില്ലാതെ വീട്ടിലെനിക്ക് ജീവിക്കാൻ പറ്റൂല. അതൊക്കെ പറ്റും. ഇനി നീ വേണം ഈ ചന്ദ്രഹാസത്തിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ. നിന്നെയല്ലേ ഞാൻ ഈ വീടേപ്പിച്ചിട്ട് പോതേ. അയ്യോ, അതൊന്നും കരയത് മോളെ. അമ്മ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ട്. കരയാതെ കേട്ടോ. അല്ലെങ്കിൽ തന്നെ നീ വരികയല്ലേ, പിന്നെന്താ, നമുക്ക് കാണാം. പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുടുംബകാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇനിയിപ്പം എല്ലാ കാര്യത്തിലും അമ്മയുടെ ഉപദേശം ഉണ്ടായിന്ന് വരില്ല. തന്നെ താനെ ആലോചിച്ച് ഞാനിപ്പോൾ ലക്ഷ്മിയോട് പറഞ്ഞതുപോലെ യോജിപ്പിലും സന്തോഷത്തിലും ഐക്യത്തിലും ഒക്കെ കഴിയണം കേട്ടോ. പ്രതീക്ഷന്റെ കാര്യം നിനക്കറിയാമല്ലോ, അവനൊരു മടിയനാ. ഒന്നിനും ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കരുത്. പറയുന്നതെല്ലാം അനുസരിപ്പിച്ച് അവനെയും കൂടെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ.
നീ എന്നെ ഇങ്ങനെ 10 പ്രാവശ്യം അമ്മേ എന്ന് വിളിക്കുമ്പോ എനിക്ക് പണ്ടേ നീ എനിക്ക് ജനിച്ച മകളെ പോലെ ഞാൻ പ്രസവിച്ച എന്റെ മോളെ പോലെ. അമ്മേന്റെ സ്വന്തം അമ്മ തന്നെ. കുട്ട അച്ഛമ്മ ഓ ഞാനും അച്ഛമ്മയുടെ കൂടെ വന്നോട്ടെ. അയ്യോ മക്കളെ അച്ഛമ്മയ്ക്ക് കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? എന്റെ മോക്ക് ഇവിടെ അടുത്ത സ്കൂള്, പഠിക്കണം, വലിയ കുട്ടിയാവണം, നല്ല പഠിച്ച് മിടുക്കിയായി. എന്റെ മോൾ എല്ലാരും പറയണം, കണ്ടോ സുഹാസിനിയുടെ കൊച്ചുമോള് കണ്ടോ എന്തൊരു മിടുക്കിയാന്ന് പറയണം. എന്റെ മകളെ എനിക്ക് അച്ഛമ്മ ഇല്ലാതെ പറ്റൂല. ഞാൻ അവിടത്തെ ഏതെങ്കിലും സ്കൂളില് ചേരാം. മോളെ അച്ഛമ്മ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വരും. ഇനി അതല്ലേ തന്നെ അവധി ദിവസം എന്റെ മോൾ അച്ഛമ്മയെ കാണാൻ വരണം. മോക്ക് ഇഷ്ടമുള്ള കഴിക്കാനുള്ള ആഹാരങ്ങള്, പഠിക്കാനുള്ള പുസ്തകങ്ങള്, വായിക്കാനുള്ള ബുക്കുകള്, ഇതെല്ലാം അച്ഛമ്മ പുസ്തകങ്ങളെ കൊണ്ട് വായിപ്പിച്ച് വെച്ച് അച്ഛമ്മ കാത്തിരിക്കും എന്റെ മോളെ, കേട്ടോ? പ്ലീസ് അച്ഛമ്മ ഞാനും കൂടെ വന്നോട്ടെ. എന്റെ പൊന്നു മോളെ, മോള് കരയുന്നത് അച്ഛമ്മയ്ക്ക് സങ്കടമല്ലേ? മോക്കറിയാമല്ലത്. ദൈവമേ, എന്നാ പിന്നെ ഞാൻ ഏട്ടാ മോനെ ഇവിടെ മോനെ പറഞ്ഞതൊക്കെ കേട്ടെ. നീ വേണം ഇനി ചേട്ടന് താങ്ങും തണലുമായിട്ടൊക്കെ നിൽക്കാൻ. പണ്ടേ നിങ്ങൾ തമ്മിലല്ലെങ്കിലും വഴക്കും ശത്രുതയൊന്നും ഇല്ലാതെ അമ്മയ്ക്കറിയാം. ഭാര്യമാര് തമ്മിലൊക്കെ ഇച്ചിരി സൗന്ദര്യ മുടക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. ചേട്ടന്റെ കൂടെ നിന്ന് അവൻ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം ഈ ചന്ദ്രഹാസം എന്ന് പറയുന്ന സാമ്രാജ്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ, കേട്ടോ? ആ ശരി മക്കളെ, ഇവിടെ വാ, അമ്മയുടെ കൊച്ചുമോൻ. ശരി മോനെ, അമ്മ ഇറങ്ങട്ടെ. എത്തുവേ? ഓ ഇറങ്ങാം. ഓ കരയാ, എന്റെ പൊന്നുമോള് കരയല്ലേ? അച്ഛമ്മയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, അവളെ കൊണ്ടുവരണേടാ. അമ്മ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.